വെറും 15,000 രൂപ മാസശമ്പളം, അതിൽ നിന്ന് 40 കോടി രൂപ. തമാശയാണെന്നോ വല്ല തട്ടിപ്പാണെന്നോ തോന്നുന്നുണ്ടല്ലേ? ഒരു സാധാരണക്കാരന് ഇത് അസാധ്യമാണെന്ന് തന്നെ തോന്നാം. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇത് സാധ്യമാണ്. അപ്പോ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. നമ്മുടെ കഥാനായകൻ ഒരു 22 വയസ്സുകാരൻ കൊച്ചി ഇൻഫോ പാർക്കില് ആദ്യമായി ഒരു ജോലിക്ക് കയറുന്നു. ശമ്പളം എത്രയാണെന്നോ? വെറും 15,000 രൂപ. ഇതിൽ നിന്ന് റൂം വാടക, ബസ് കാശ്, ഫുഡ് എല്ലാം കഴിയുമ്പം മാസാവസാനം കയ്യിലൊന്നും കാണില്ല. ഈ ഒരവസ്ഥയിൽ നിന്ന് 40 കോടി എന്ന സ്വപ്നത്തിലേക്കെത്താൻ പറ്റുമോ? അതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? തല കറങ്ങുന്നുണ്ടല്ലേ? ഒന്ന് നമ്മുടെ തുടക്കം, മറ്റേത് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഈ യാത്ര അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ നാട്ടിലെ ബാങ്കുകാരും സാമ്പത്തിക ഉപദേഷ്ടാക്കളുമൊന്നും നമ്മളോട് പറയാത്ത ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളാണ് ഈ യാത്രയുടെ താക്കോല്. ഏതൊരു സാധാരണ മലയാളി ചെറുപ്പക്കാരന്റെയും തുടക്കം ഏകദേശം ഇതുപോലെയായിരിക്കും. ഒരു ചെറിയ ശമ്പളം, പക്ഷേ സ്വപ്നങ്ങൾക്കൊരു കുറവുമില്ല. സ്വന്തമായൊരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷേ ഈ 15,000 രൂപയും ഈ വലിയ സ്വപ്നങ്ങളും തമ്മിൽ ഒരു വലിയ മതിലുണ്ട്. ആ മതിലെങ്ങനെ പൊളിക്കാമെന്ന് നോക്കാം. നിങ്ങളൊരു ബാങ്കിൽ പോയിട്ട് എന്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവരൊരൊറ്റ ഉത്തരം തരും: ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഏറ്റവും സേഫാണ്. പക്ഷേ അവരൊരു സത്യം നിങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നുണ്ട്. നിങ്ങളുടെ പണം വളരുന്നതിനേക്കാൾ വേഗത്തിൽ വേറൊരു സാധനം വളരുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ അച്ഛനമ്മമാരും അപ്പൂപ്പന്മാരുമൊക്കെ പണ്ടുമുതലേ പറയുന്നതാണ്, കയ്യിലെ 4 കാശുണ്ടായാൽ നേരെ ബാങ്കിൽ FD ഇട്ടോ, സുരക്ഷിതമാണ്. ശരിയാണ്, ഒരു തരത്തിൽ അത് സേഫാണ്. പക്ഷേ ഈ സേഫ്റ്റി ശരിക്കും ഒരു കെണിയാണ്. നമ്മുടെ പൈസയെ പതുക്കെ പതുക്കെ തിന്നു തീർക്കുന്നൊരു കെണി. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ ഞെട്ടിക്കുന്ന സത്യം. ബാങ്ക് നിങ്ങൾക്ക് 6.5% പലിശ തരുന്നു എന്ന് വെക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം, അതായത് സാധനങ്ങളുടെ വിലക്കയറ്റം, ഏകദേശം 5.5%. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ പണം യഥാർത്ഥത്തിൽ വളരുന്നത് വെറും 1% മാത്രമാണ്. അതായത് 1,00,000 രൂപയ്ക്ക് ഒരു വർഷം കിട്ടുന്നത് വെറും 1,000 രൂപയുടെ മൂല്യം. ഇതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആ 15,000 രൂപ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു വിഹിതം കൃത്യമായി FDയിലിടുന്നു എന്ന് കരുതുക. ഒരു 30 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 1 കോടി രൂപയുണ്ടാകും. കൊള്ളാമല്ലേ? പക്ഷെ ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. 40 വർഷത്തെ കഷ്ടപ്പാട്. നിങ്ങളുടെ അക്കൗണ്ടിൽ 3.25 കോടി രൂപയുണ്ട്. പക്ഷേ പണപ്പെരുപ്പം കാരണം 40 വർഷം കഴിഞ്ഞ് ആ പണത്തിന് ഇന്നത്തെ 50 ലക്ഷം രൂപയുടെ വിലയേ കാണൂ. ഞാൻ പറഞ്ഞത് ശരിക്കു കേട്ടോ? 40 വർഷത്തെ സമ്പാദ്യത്തിന് ഇന്നത്തെ 50 ലക്ഷത്തിന്റെ വില. ഇതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ വലിയ കെണി. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടിയാണ്. അതൊരു ചൂതാട്ടമാണ്, പൈസ മുഴുവൻ പോകും എന്നൊക്കെയാണ് ധാരണ. എന്നാൽ ദീർഘകാലത്തേക്ക് ചിട്ടയോടെ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ സമ്പത്തുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷെ നമ്മളിവിടെ ട്രേഡിങ്ങിനെക്കുറിച്ചല്ല, ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിവും സമയവുമില്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ള ഏറ്റവും നല്ല വഴിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ പണം ഒരു ഫണ്ട് മാനേജറെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പല കമ്പനികളിലായി വിഭജിച്ച് നിക്ഷേപിക്കുന്നു. ഒരു സദ്യയിൽ പലതരം കറികളുണ്ടാവില്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു കറി മോശമായാലും സദ്യ ഗംഭീരമാകും. അതുപോലെയാണ് ഇതും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രാറ്റജി. ഒരു മീഡിയം റിസ്ക് എടുക്കാം. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 70% നമ്മൾ ഇന്ത്യയിലെ ടാറ്റ, റിലയൻസ് പോലെയുള്ള ഏറ്റവും വലിയ 50 കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത്. ബാക്കി 20% ഇടത്തരം കമ്പനികളിലും 10% അതിവേഗം വളരാൻ സാധ്യതയുള്ള ചെറിയ കമ്പനികളിലും. ഇനി ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ വ്യത്യാസം? ഒരേ പണം, ഒരേ കാലയളവ്. FD നിങ്ങൾക്ക് 3.25 കോടി തന്നപ്പോൾ ഈ മീഡിയം റിസ്ക് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് തരുന്നത് 14 കോടി രൂപയാണ്. ഏകദേശം 4 ഇരട്ടിയിൽ കൂടുതൽ. ഇത് കണ്ടിട്ട് ഞെട്ടിയോ? എന്നാൽ കാത്തിരുന്നോളൂ, കഥ എവിടെ തീരുന്നില്ല. ഇതിലും വലുത് വരാനിരിക്കുന്നതേയുള്ളൂ. നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ പേടിക്കണ്ട. കാരണം മാർക്കറ്റ് താഴോട്ട് പോയാൽ പോലും അത് തിരിച്ചു കേറി വരാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വർഷങ്ങളുണ്ട്. ഓർക്കുക, ഉയർന്ന റിസ്ക്, ഉയർന്ന നേട്ടം.
ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ കഴി മൊത്തത്തിൽ മാറ്റാണ്. നേരത്തെ ചെയ്തതിന്റെ നേരെ തിരിച്ച്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 70% നമ്മൾ ഇടുന്നത് അതിവേഗം മൾട്ടിബാഗർ ആകാൻ സാധ്യതയുള്ള ചെറിയ കമ്പനികളിലാണ്. ഇത് റിസ്ക് കൂട്ടും, പക്ഷെ കിട്ടുന്നത് ഭീമമായ തുകയായിരിക്കും. ദാ എത്തിപ്പോയി നമ്മുടെ ലക്ഷ്യം. ആ ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറായപ്പോൾ നിങ്ങളുടെ 40 വർഷത്തെ സമ്പാദ്യം 14 കോടിയിൽ നിന്ന് 40 കോടിയിലേക്ക് കുതിച്ചു. അതെ, മാസം 15,000 രൂപ ശമ്പളത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര 40 കോടിയിലെത്തിയിരിക്കുന്നു. ഇത് സാധ്യമാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതിനേക്കാളൊക്കെ ശക്തമായ, ഇതിനേക്കാൾ വലിയൊരു നിക്ഷേപം കൂടിയുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് പണം എവിടെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപമാർഗം ഇതൊന്നുമല്ല. അതെന്താണെന്നറിയാൻ ഒരാകാംക്ഷയില്ലേ? ലോകത്തിലെ എല്ലാ വലിയ കോടീശ്വരന്മാരും, വാറൻ ബഫറ്റ് മുതൽ ഇലോൺ മസ്ക് വരെ, ഒരേ സ്വരത്തിൽ പറയുന്നൊരു ഇൻവെസ്റ്റ്മെന്റുണ്ട്. ആ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് 40 കോടിയല്ല, അതിനപ്പുറവും നേടിത്തരാൻ പറ്റും. ആ വലിയ രഹസ്യമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതെ, നിങ്ങൾ തന്നെ. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ആരോഗ്യം. ഇതിൽ പണം മുടക്കുന്നതിനേക്കാൾ വലിയൊരു റിട്ടേൺ തരുന്ന വേറൊരു നിക്ഷേപവും ഈ ലോകത്തില്ല. സ്റ്റോക്കും ഷെയറുമൊക്കെ ചിലപ്പോൾ പൂജ്യമായി പോകാം, പക്ഷെ നിങ്ങൾ പഠിച്ചെടുത്ത ഒരു കഴിവ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ്. ഒരാൾ തന്റെ ചെറിയ ശമ്പളത്തിൽ തൃപ്തിപ്പെടാതെ പഠിക്കാൻ വേണ്ടി വലിയൊരു ലോൺ എടുത്തു. ആ സമയത്ത് അയാളുടെ വരുമാനം പൂജ്യമായിരുന്നില്ല, മൈനസായിരുന്നു, കടക്കാരനായി. പക്ഷേ ആ കോഴ്സ് കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ വരുമാനം റോക്കറ്റ് പോലെ കുതിച്ചു. ഓരോ വർഷവും 49% വച്ച് വരുമാനം കൂടി. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ കണ്ട ഏറ്റവും റിസ്ക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലും തന്നത് ശരാശരി 18% റിട്ടേണാണ്. പക്ഷെ സ്വന്തം കഴിവിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 49% റിട്ടേൺ. ഇനി നിങ്ങൾ തന്നെ പറ, ഏതാണ് മികച്ചതെന്ന്? നിങ്ങളുടെ ശമ്പളം 15,000-ൽ നിന്ന് 30,000 ആയാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും ഇരട്ടിയാകും. അതാണ് യഥാർത്ഥ മാജിക്. വെറുതെ പറയല്ല, നിങ്ങൾക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിതാ. ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ നല്ലൊരു ജോലി വേണോ? ഏറ്റവും പുതിയൊരു കോഡിംഗ് ഭാഷ പഠിക്കുക. ടൂറിസം രംഗത്താണോ നിങ്ങൾ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ നിങ്ങളുടെ ഡിമാൻഡ് കൂടും. ഗൾഫിൽ പുതിയ അവസരങ്ങൾക്കായി പുതിയ സ്കില്ലുകൾ പഠിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ നിക്ഷേപം. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. FD എന്ന കെണി, മ്യൂച്വൽ ഫണ്ടിന്റെ ശക്തി, എല്ലാത്തിനു മുകളിൽ നമ്മളിൽ തന്നെയുള്ള നിക്ഷേപത്തിന്റെ പ്രാധാന്യം. ഇനി ഇതെല്ലാം എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? നിങ്ങൾക്കായി ഇതാ ഒരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ. നാളേക്കു മാറ്റിവെക്കരുത്. ഇപ്പോൾ തന്നെ തുടങ്ങുക. മാസം ഒരു 500 രൂപയ്ക്കാണെങ്കിൽ പോലും ഒരു മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങിവെക്കുക. ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക പുതിയ കോഴ്സുകൾ പഠിക്കാനോ പുസ്തകങ്ങൾ വാങ്ങാനോ മാറ്റിവെക്കുക. ഈ വർഷം എന്തെങ്കിലും ഒരു പുതിയ സ്കിൽ പഠിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചുകൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പണം നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇന്നലെയായിരുന്നു എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ ഏറ്റവും നല്ല സമയം ഇന്നാണ്. അതുപോലെ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല സമയവും ഇതുതന്നെയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഭാവിക്കുവേണ്ടി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുവേണ്ടി നിങ്ങൾ എപ്പോഴാണ് നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ തുടങ്ങുന്നത്?